C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. അമ്മ കൊറേ കാലം പണിയൊക്കെ എടുത്തല്ലേ, ഇനി അമ്മ ടിവിയും കണ്ടിരിക്കുക. അപ്പൊ അനന്തേട്ടന്റെ ഭാര്യയും ഷായിനയും ഈ വീട്ടിലെല്ലാം പണിയും ചെയ്യും. പിന്നെ ഞാനുണ്ടല്ലോ. നിനക്ക് പെണ്ണിട്ടുണ്ടപ്പോ ഓടാ, എനിക്കും വേണം. എനിക്ക് വേണമെന്ന് കേട്ടില്ല അമ്മേ. വയസ്സ് കാലത്ത് നോക്ക ആരെങ്കിലും വേണ്ട ചെക്ക. അമ്മ ഉണ്ടാവൂലേ? ഈ ചെക്കൻ എന്തായി പറയണ? ആരും വേണ്ട. കൊറേ പശുക്കൾ ഉണ്ടാവണം. നന്ദിനിയും രമണിയും ഒക്കെ പ്രസവിച്ചിട്ടേ കൊറേ പശുക്കൾ ഉണ്ടാവും. അമ്മേ, ആ മോളെ എണീറ്റാ? ആ ഞാൻ നേരത്തെ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞാ? ഞാൻ മുറ്റം നോക്കട്ടെ. വേണ്ട, ഞാൻ അടിച്ചോളാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാനുള്ള. നീ കുളിച്ചതല്ലേ? എന്നാ ഞാൻ അടുക്കള കയറട്ടെ. ആ കേറിക്കോ. എന്താ ഉണ്ടാക്കണ്ടേ? അയ്യോ, ഞാൻ അന്നേരം ദോശക്ക് ഇടാൻ മറന്നുപോയി. നമുക്കൊരു കാര്യം ചെയ്യാം, പുട്ടുണ്ടാക്കാം. മോളിന്നപ്പോ പോയിട്ടേ ചായക്ക് വെള്ളം വെക്ക്. എല്ലാവരും രാവിലെ എണീറ്റ ഉടനെ ചായ ചായ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും കേട്ടാ. ചായ ഉണ്ടായിക്കോ, ഞാൻ അങ്ങോട്ട് വരാ. അല്ല, അമ്മ വരണ്ട, ഞാൻ ചെയ്തോളാം. ഇത്ര നാളും കഷ്ടപ്പെട്ടതല്ലേ, ഇനി കുറച്ച് വിശ്രമിക്ക്. എനിക്കങ്ങനെ വിശ്രമിക്കാനൊന്നും പറ്റില്ല കുട്ടിയെ. ഒന്നും ശീലമില്ല. പണിയെടുക്കണം എന്തെങ്കിലും, അതാണ്. എന്നാ നമുക്ക് രണ്ടുപേർക്കൂടെ ചെയ്യാട്ടോ. ആയിക്കോട്ടെ, ചെല്ല്. അപ്പുണ്ണേട്ടാ, അതേ ഓ രണ്ടാൾ കൂടി കണ്ട് സെറ്റായില്ലേ? എന്തേ, നിനക്ക് വല്ല വിഷമമുണ്ടാ? പിന്നെന്താ? അത് അമ്മ അവളായിട്ട് വഴക്ക് കൂടിയ സമയത്തേ എനിക്ക് അവള് തൊഴുത്തിൽ ഒരുപാട് സഹായമൊക്കെ ചെയ്തിരുന്നേ. ഓ, അപ്പൊ ഒന്നും കിട്ടില്ല. പിന്നെ അവള് നിന്റെ തൊഴുത്തി പണിയെടുക്കാനാണല്ലോ അങ്ങോട്ട് വന്നത്. ഓ പോടാ ചക്ക, പശുവിന് കാടി കൊണ്ട് കൊടുക്കാൻ നോക്ക്. അമ്മായിമ്മയുടെ ഒരു ഗമ. പോടാ. നീ പോണേ അല്ല, നിന്നെ എത്ര ദിവസം കാണാണ്ടേ. അല്ല, നീ ഇനിയിപ്പോ അടുത്ത ഉണ്ണിയപ്പായിട്ട് വന്നേക്കാണോ അടി ഉണ്ടാക്കാൻ? ഉണ്ണിയപ്പത്തിന്റെ പരിപാടി ഞാൻ നിർത്തി. നന്നായി. നീ പോയി കാണ്. ഞാൻ വന്ന കാര്യം മറന്നല്ലോ. കുമാരേച്ചി, ഇത് എത്ര ദിവസമായി കണ്ടിട്ട്? ആഹാ, അപ്പൊ നീ കാരണല്ലേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഉണ്ണിയപ്പ കഥ ഓർമ്മയില്ലേ? ശരിയാലേ. കുറച്ചു മുമ്പ് മഹാറാണി വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഏത് മഹാറാണി? നിന്റെ അമ്മയമ്മ അല്ലാതാരാ. ശരിക്കും? എന്ത് പറഞ്ഞേ? നാളെ മുതൽ വേണമെങ്കിൽ പാല് മേടിക്കാൻ വന്നോളൂട്ടോന്ന്. നിന്നോട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലേ? എന്നോടിപ്പോ ഭയങ്കര സെറ്റായി. മോളേന്നൊക്കെയാ വിളിക്കുന്നത്. മോളേന്നോ? നീ ഇതെങ്ങനെ മയക്കെടുത്ത്? അതെങ്ങനെയൊക്കെയോ അങ്ങനെയായി. ഇടി ഒരുവിധപ്പെട്ട ആർക്കും മയക്കെടുക്കാൻ പറ്റില്ല മഹാറാണിയെ. അപ്പൊ അച്ഛൻ മയക്കിയതോ? അച്ഛൻ മയക്കിയത് അവിടെ ഇരിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും പേടിയാടി. പിന്നെ നിന്റെ എന്താ അമ്പിളി? അമ്പിളിക്ക. അമ്പിളിക്ക ഉണ്ടല്ല, ഇപ്പോഴും അമ്മ ഒന്ന് ഇരുത്തി മൂളിയാ പേടിച്ച് മൂത്രയിക്കും. എന്റെ അമ്പിളിക്കൊക്കെ പേടിയൊന്നുമില്ല. എന്റെ അമ്പിളിക്കൊക്കെ ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ എന്നെ പെട്ടിയോട്ടയിൽ കയറ്റിക്കൊണ്ടുവന്നേ. എടി പൊട്ടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ധൈര്യം ഉള്ളത് കൊണ്ടാണ് നിന്നെ മൂടി പൊതിഞ്ഞ് പെട്ടിയോട്ടയിൽ കയറ്റിക്കൊണ്ടുവന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ അന്തസ്സായിട്ട് നടത്തിക്കൊണ്ടു വന്നേനെ അല്ലേ? ശരിയാണല്ലോ. ഇന്നാള് ഇതുപോലെ അമ്പിളിയേട്ടൻ പുറത്തെവിടെയോ കറങ്ങാൻ പോയി. തിരിച്ചു വന്നപ്പോ ഇവിടുത്തെ എന്താടി നിർത്തി കളഞ്ഞേ? എന്നെ പറ്റിയായിരിക്കും പറഞ്ഞോണ്ടിരുന്നല്ലേ? അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായേ? അതൊക്കെ എനിക്കറിയാം. കമ്പപ്പുര എവിടെയോ കമ്പപ്പുര
ഈ വീടന്നെ മൊത്തത്തിൽ കമ്പപ്പരയാണ്. എങ്ങാനും ഒരു തീപ്പരിക്ക് വേണ്ടി കാത്തു നിൽക്കുക, മൊത്തത്തിൽ കത്തി ചാമ്പലാവാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയിലാണ് ഇന്നലെ അച്ഛന്റെ കൂടെ ഉറങ്ങിയത്. ഭയങ്കര സാഹിത്യമാണല്ലോ. നീ ഇന്നലെ അമ്മയുടെ അടുത്ത് ഞാനൊന്നും വാങ്ങിച്ചു തന്നില്ലെന്ന് ചോദിച്ചാ. ഒന്നും വാങ്ങിച്ചു തന്നില്ലേന്നോ? എന്ത് വാങ്ങിച്ചു തന്നില്ലേന്ന്? ഞാൻ ആ ഷാഹിനിക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു. ആ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അമ്മയ്ക്കൊന്നും വാങ്ങിച്ചു തന്നില്ലെന്ന് നീ ചോദിച്ചാ? അത് ചിലപ്പോ ഒരു ഒഴുക്കിനങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. എന്തേ? ഒഴുക്കൊക്കെ മാറിയിട്ട് ഇവിടെ വെള്ളപ്പൊക്കമായിട്ടുണ്ട്. എന്ത്? എടി നിനക്ക് വന്ന് കണ്ടിട്ട് അങ്ങ് പോയാ പോരായിരുന്നില്ലേ? നീ പിന്നെ അത് അമ്മയ്ക്ക് വാങ്ങിയോ അച്ഛന് വാങ്ങിയോ അത് മറ്റുള്ളവർക്ക് വാങ്ങിയോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യം എന്ത്? എനിക്കെന്നാ ഇവിടെ ഉള്ള ആളുകൾക്ക് മുഴുവൻ ഡ്രസ്സ് വാങ്ങി കൊടുക്കല പണി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ വന്ന ആ കുട്ടിക്ക് ചുരിദാർ വാങ്ങിക്കൊടുത്തല്ലോ, അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങി കൊടുത്തുകൂടായിരുന്നോ? അപ്പൊ ഈ പ്രശ്നമില്ലല്ലോ. ആ ഇതാണ് പ്രശ്നം. നിന്റെ ആ ചോദ്യം കേട്ടോട് കൂടിയിട്ടാണ് അമ്മയുടെ മനസ്സ് മാറിയത്. അതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഓ, അപ്പൊ ഇന്റെ ചോദ്യ പ്രശ്നം. അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇല്ല, അമ്മയ്ക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ 3 മക്കളുണ്ടല്ലോ, നിങ്ങളാണ് തലതിരിഞ്ഞ് ഞങ്ങള്. എന്ത്? ഞങ്ങളുടെ എന്ത് തലതിരിഞ്ഞ്? ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങളെ വിളിച്ച് കയറ്റിക്കൊണ്ട് വരല്ലേ. അപ്പൊ അന്തേട്ടൻ തന്നെ ബ്രഹ്മചാരിയൊന്നും. ഇരിക്കണ റഹീമ്. റഹീമേ. ആഹാ, അല്ലേ ഓനുണ്ടല്ലോ. റഹീമ് ഇപ്പൊ എവിടെ ആയിരുന്നു? ഒത്തിരി ആളായാലും ഇങ്ങനെ രാഷ്ട്രീയമല്ലേ എങ്ങനെയൊക്കെ. ഇതെന്തോ രസീതും നോട്ടീസും ഒക്കെ ഉണ്ടല്ലോ കയ്യില്. പിരിവല്ലോ ആണോ? ആ കരണികൾ വാങ്ങാം. പിന്നെ ഇളയാ റഹീമേ, ഇവിടെ അപ്പുണ്ണിക്ക് ഒരു പ്രൊപ്പോസലായിട്ട് വന്നതാ. ഓ അത് ശരി. അല്ല, ആ പെങ്കുച്ചിന്റെ ശരിക്കും സ്ഥലം എവിടാന്നാ പറഞ്ഞേ? കല്ലടക്കുറ്റി. ഓ, കല്ലടക്കുറ്റ്. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ കല്ലട ക്ഷേത്രത്തിന്റെ അതിന്റെ തൊട്ടടുത്ത്. അയ്യോ, അവിടെ ഞാനൊരു 4 നാടകം കളിച്ചിട്ടുണ്ട്. അയ്യോ, പാഞ്ചജന്യം, പത്മഹസ്തം, അനന്തസാഗരം, ത്രയംബകം. അവിടെ പറയണ്ട. സത്യം. അതവിടെ പറയണ്ട. ആരോട് പറയണ്ട? അല്ല, അത് അവിടെ പറയേണ്ട കാര്യങ്ങളെ നമ്മളൊന്ന് പറയായിരുന്നു. നാടകം വിട്, നമുക്ക് അത് പറയണ്ടേ? പിന്നെ അത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവരോട് തുറന്ന് പറയണം. അതൊക്കെ കണ്ടറിഞ്ഞ് ഞാൻ കൃത്യമായി പറഞ്ഞോളാം. ഇതൊന്ന് പിടിച്ചേടാ. ഇതിപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോണം, അവരെ രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങളെല്ലാം പറയണം, അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് വരണം. ഇതിനൊക്കെ അത്യാവശ്യം ചെലവുകളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അതേ അളിയ, വേറൊന്നല്ല, അവർക്കൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ. അപ്പൊ അതിനൊരു ചെറിയൊരു കൈമടക്കം അവർക്ക് കൊടുക്കണം. കൊടുക്കാം. ഇവിടെ വരുന്നത് രാഷ്ട്രീയക്കാരായാലും ഭിക്ഷക്കാരായാലും ഉത്സവപ്പറമ്പിൽ നിന്ന് വരുന്നവരായാലും അവരെ ഒന്നിനും ഞാൻ വെറും കൈയോട് ഇതുവരെ വിട്ടിട്ടില്ല. പഴയ ഒരു കലാകാരനായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യം അറിയാം. എന്താ ആ ചാരക്കളറുള്ള നോട്ട് വരും. ഈ ചാരക്കള്ളല്ലേ? ഇതേ പറമ്പിലേക്കുള്ള ചാരം മേടിക്കാൻ വെച്ചിരിക്കുന്ന കാച്ച. അത് കിട്ടുന്ന മേടിക്കടാ, ഞാൻ കണ്ടോളാം. നീ ഇപ്പൊ തൽക്കാലം അതൊക്കെ കൊണ്ടുപോയി. ഇതിനുള്ളതേ ഒട്ടിക്കോളൂ. ഞാൻ കണ്ടോളാടാ. അത് കാര്യങ്ങൾ ചെയ്യും. ഇതൊരു കഷ്ടമാണ്. ഇത്തരം ആളുകളെ കൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുവരില്ലേ? കൊണ്ടുവരില്ലേന്ന്. അതെ, മകനൊരു പെണ്ണും കൊണ്ടാ വന്നിട്ടുള്ളത് അവര്. അത് മനസ്സിലാക്കാതെ. കാശുണ്ടാക്കുന്നവർക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. കാശുണ്ടാക്കുന്നവരും മക്കളും മൂത്ത് കരച്ചുകൂടി ഇരിക്കുള്ളൂ. ഒരു കാര്യം നടക്കില്ല. ഈ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കെട്ടുക എന്ന് പറയുന്നത് വലിയ കൗതുകമൊന്നുമല്ല. പക്ഷെ 2 ചേട്ടന്മാർ നിൽക്കുമ്പോൾ ഒരു അനിയൻ കെട്ടുക എന്നൊക്കെ പറയുന്നത് അത് അല്പം നാണക്കേടുള്ള പരിപാടിയാണ്. ഏട്ടാ, നീ എന്ത് പറയുന്നു? ശരിയാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ഒത്തിരി നാൾ ഈ നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ നീ അപ്പുണ്ണിയുടെ കല്യാണം കഴിച്ചാൽ ആ പഴി അങ്ങ് മാറി കിട്ടും. അതിപ്പോ അപ്പുണ്ണി കഴിച്ചാലും മാറി കിട്ടും. അത് ശരി. അപ്പം നീ കെട്ടില്ല എന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചോ? അച്ഛൻ, ഞാൻ ഇത് എത്ര പ്രാവശ്യമായി പറയുന്നതാണ്. ഇനി എന്ത് കല്യാണം എനിക്ക് പറ്റില്ല. ഒന്നാമത് ഇത്രയും പ്രായമായി. ഞാനും അച്ഛനും തമ്മിൽ ഇപ്പോൾ ഒരു 10-30 വയസ്സിന്റെ മാറ്റേയുള്ളൂ. ഈ പെണ്ണിനെ കന്യഴിച്ച് പോയി കഴിഞ്ഞ് വല്ല മുതുക്കികളെയും കിട്ടുക. ഒരു 23 വയസ്സുള്ള പെൺകുട്ടികൾ നിന്നെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് തെറ്റാണോ? 23 വയസ്സോ? 23 വയസ്സുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കുക എന്താ അച്ഛ? അതിന്റെ കൂടെ നടക്കണ്ടേ? എന്താ ഈ പറയണേ? ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റിയ കുട്ടിയുടെ കൂടെ? ഇതൊന്ന് നോക്കിക്കേ. ആ, നല്ല രസമുണ്ടല്ലോ. ആ, ഞാൻ പറഞ്ഞില്ലേ രസമുണ്ടെന്ന്. ഇതിന് എത്ര രൂപയായി? എന്തിന്? ഈ ഫോണിന്. ഫോട്ടോ നോക്ക്. ഫോട്ടോ കണ്ടില്ല. ഇപ്പൊ നോക്ക്. കൊള്ളൂല, ആർക്കും ഇഷ്ടാവില്ല. ആര് പറഞ്ഞു? എന്റെ അപ്പുണ്ണിയേട്ടാ, നമ്മുടെ ലുക്കും സൗണ്ടും ഒന്നും നമുക്ക് ഇഷ്ടാവൂല, പക്ഷെ അതൊക്കെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടാവും.
സംശയം ഉണ്ടെങ്കിലേ അപ്പുണ്ണിയേട്ടന്റെ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കേ. അപ്പുണ്ണിയേട്ടൻ ഇഷ്ടാവൂല, പക്ഷെ അതൊക്കെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടാവും. അതെങ്ങനെയാ? അതെ, നീ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് കല്യാണം ശരിയാവില്ല. എനിക്ക് ലുക്കില്ലേ, അതാ ഞാൻ നീക്കടി. അപ്പുണ്ണിയേട്ടാ, അമ്പിളിക്കില്ലേ, എന്റെ വീട്ടില് കേബിൾ കണക്ഷൻ വരുമ്പോ എന്നെ ഇങ്ങനെ നോക്കി നിക്കും. ഞാൻ ഓർത്തെന്റെ കോലക്കേട് കണ്ടിട്ടാന്ന്. ഈ അമ്പിളിക്ക് ഒരു നാണവും മാനൂല്ലേ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ പോയിട്ട് കോലക്കേട് നോക്കിക്കാൻ. എന്നെ കാണാൻ കോലക്കേടാണോ? അപ്പൊ പറഞ്ഞു വന്നപ്പോ കുറച്ച് കോലക്കേടൊക്കെ ഉണ്ട്. ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയാണോ നീയാ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടല്ലോ, ഷാനിനെ കാണാൻ എത്ര സുന്ദരിയാ, ഷായിന് സൗന്ദര്യ മത്സരത്തിന് പോയാൽ 1ാം സ്ഥാനം കിട്ടാന്ന്. എന്നിട്ട് പോയിരുന്നാ? പോയില്ല. എനിക്ക് തോന്നണ്ടേ? അതെന്താ? എന്നെ കണ്ണാടി കാണുമ്പോ ഒക്കെ ഒരു വിരൂപ പോലെ തോന്നും. അതെ, നീ നോക്കണ കണ്ണാടിയുടെ കുഴപ്പാ. ഒരു നല്ല കണ്ണാടി കാശെടുത്ത് വാങ്ങി നോക്കിയാ അപ്പൊ നല്ല സൗന്ദര്യം ഉണ്ടാവും. കണ്ട അപ്പുണ്ണിയെണ്ണ തോന്നിയില്ല എന്നെ കാണുമ്പോ സുന്ദരിയാന്ന്? പക്ഷെ എനിക്ക് തോന്നണില്ലല്ലോ. അതേ പറഞ്ഞല്ലോ, അത് വാങ്ങിച്ചോട്ടല്ലേ വരുള്ളൂ ഇവിടെ വരുമ്പോ. അതിനി വരുമ്പോഴല്ലേ. വരുമ്പോ വള വാങ്ങിച്ചിട്ട് വരണം. നീ ഇപ്പൊ ഈ കാര്യം പറയാനാണ് വിളിച്ചത്? നാട്ടുകാരൊക്കെ കളിയാക്കി തുടങ്ങി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ കയ്യില് നിറയെ കുപ്പിവളയാന്ന് പറഞ്ഞിട്ട്. അതിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ബുദ്ധിമുട്ടില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമുണ്ട്. ശരി, ഇനി വരുമ്പോ കൊണ്ടുവന്നാ പോരെ? വരുമ്പോ വള കൊണ്ടുവന്നാ മതി, അതാ ഞാൻ പറഞ്ഞു വന്നത്. ദേവികേ, ഇവിടെ വീണ്ടൊരു വിശേഷം ഉണ്ടായി. എന്താ? അപ്പുണ്ണിക്ക് പിന്നെയൊരു കല്യാണാലോചന. പിന്നെയും? എവിടുന്നാ? അതാ പങ്കിയമ്മയുടെ കൂട്ടുകാരനെ റഹീമുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞതാ. ആണോ? ഓക്കെ, ഇതെന്തേലും നടക്കട്ടെ വേഗം. അതെ, വളയുടെ കാര്യം മറക്കല്ലോ. ഇല്ല എനിക്കറിയാം അനന്തേട്ടൻ മറക്കില്ലാന്ന്. പിന്നെ അടുത്ത മന്ത്ലി കോൺഫറൻസിന് വരുമ്പോ വളയായിട്ട് വന്നാ മതി. ഏട്ടാ, ഹലോ വള കൊണ്ടുവന്നാ മതിയായിരുന്നു. അമ്മേ, എന്താ അമ്മമ്മയ്ക്ക് വയ്യെന്ന്. എന്താ വെച്ചി? അമ്മമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ടുന്നോ? അയ്യോ ദൈവമേ, പണ്ട് കുറഞ്ഞിരുന്നു, വീണ്ടും തുടങ്ങിയോ? അമ്മേ, അച്ഛമ്മ വേണ്ട. അമ്മേ, ശ്വാസം മുട്ടില്ലാന്ന് പറഞ്ഞിട്ട് ആർക്ക്? നീയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ശ്വാസം മുട്ടില്ലാന്ന്? എന്നോട് അമ്മമ്മ പറഞ്ഞു, ഞാനത് അമ്മയോട് പറഞ്ഞു. അതെ, ഇവള് വന്നിട്ട് എന്നെ പന്ത് കളിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഈ വയസ്സാകാലത്ത് പന്ത് കളിക്കാനാ. അപ്പൊ ഞാനൊരു നുണ പറഞ്ഞതാണ് അവളോട്. നുണ പറയാൻ പറ്റിയ കാര്യം കേട്ടോ ശ്വാസം മുട്ടല്. നിങ്ങൾക്ക് ഇങ്ങനെ കളിച്ചാൽ മതിയല്ലോ. മനുഷ്യവിടെ തീ തിന്ന ഓരോ ദിവസവും ജീവിക്കുന്നത്. നിനക്കെന്താ പ്രാന്താണാ? കണ്ട വയലിന്റെ നടുക്ക് വെച്ച് എനിക്ക് വാപ്പനെ കാണണമെന്ന് പറയുമ്പോ എന്താ മജീഷ്യനാ? മജീദൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ഞാൻ നടന്നേ വേണേ? ഞാൻ നടക്കാം, പക്ഷെ എനിക്ക് വാപ്പനെ കാണിച്ചു തരുമെന്ന് ഉറപ്പ് തരണം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളോടൊന്ന് സ്നേഹത്തിൽ പെരുമാറട്ടെ, അപ്പൊ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തി കാണിച്ചു തരാം, പോരെ? എപ്പോഴാ? അതിനൊക്കെ ഒരു സമയം വരും. എനിക്ക് നിന്റെ വാപ്പാനോട് എന്തിനാ വൈരാഗ്യം? നിന്നെ പോലത്തെ ഒരു പൊന്നു പോലത്തെ മോളെ വളർത്തി വലുതാക്കി എന്നെ ഏൽപ്പിച്ചതല്ലേ. എനിക്ക് സ്നേഹമുള്ളൂ, ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടട്ടെ. അപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോകാം. വാ. കൊണ്ടോന്ന്. നീ ഇവിടെ നിന്ന് ചിണുങ്ങല്ലേ, അമ്മ അവിടെ ഒരുങ്ങി നിൽക്കാണ്, ഇറങ്ങണം. വാ. കണ്ട എന്നോട് നേരത്തെ ഇങ്ങനെ ഒന്നും സംസാരിക്കൂലായിരുന്നു, ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത്. നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ഈ പാടവരമ്പത്ത് വെച്ചിട്ടാണ് ഞാൻ റൊമാൻസ് കാണിക്കണത്. സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. അത് ശരി, സിനിമയെ കാണിക്കണ പോലെ ഒന്നും പറമ്പിൽ കിടന്ന് കാണിക്കാൻ പറ്റൂല. നീ അന്നൊരു പണി, നീ എന്റെ ഒക്കത്തോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കും, ഞാൻ തോളയിൽ വെച്ച് കൊണ്ടുപോകാം ആളുകളെ കാണിച്ചിട്ട്. എന്റെ ഷാഹിന, സ്നേഹമുണ്ട് എനിക്ക്. ഐ ലവ് യു. വാ. അല്ല പിന്നെ ഇങ്ങോട്ട് വാ. അതെ, ഇവിടെ കിടന്ന് റൊമാൻസ് കളിച്ചാലേ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ചവിട്ടി കൂട്ടും. എന്തൊരു ചൂടാ പുറത്ത്. പാർട്ടിയുടെ മീറ്റിംഗ് ഗംഭീരായി. ആരൊക്കെ പങ്കെടുത്ത്? പുറത്തുനിന്ന് അങ്ങനെ ആരും ഉണ്ടായില്ല. പിന്നെ മണ്ഡലം പ്രസിഡന്റും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായി. മതിയല്ലോ, എന്താ കൂടുതല്? നമ്മുടെ ആ വാഹന പ്രചരണ ജാഥയുടെ അതിന്റെ ഒരു യോഗം കൂടിയതാ. നമ്മളല്ല, നിങ്ങളുടെയും മണ്ഡലം പ്രസിഡന്റിന്റെ. ഇപ്പൊ നീ അതിലില്ല.
ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇങ്ങോട്ട് വായോട്ടാ. അപ്പൊ കാണിച്ചു തരാൻ വേണ്ടല്ലോ പ്രസിഡന്റ് ആരാന്ന്. അല്ല അവര് വന്നോ? ഓ അവരൊന്നും വന്നില്ല. ആഹാ നീ എന്താ പോഞ്ഞേ? എവിടേക്ക്? ഓഫീസിലേക്കാ? അല്ലാന്നേ തുണി എടുക്കാൻ എന്താ പോഞ്ഞത്? ഓ തുണി എടുക്കാൻ ഞാൻ പോയാൽ ശരിയാവില്ല, എനിക്കുണ്ടാക്കാൻ നോക്കാൻ അറിയണം. ആ പോക്കറ്റിലെ കാശും പോവില്ലല്ലോ. അണിയും പോവാറുന്നില്ലേ? അണി എന്ത് പോഞ്ഞേ? ഞാൻ പോയില്ല. ഞാൻ പോയാലേ ചില അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടി വരും, അത് അവർക്ക് പിടിക്കത്തില്ല. അളിയാ ഈ ജുബ്ബ വേണം കാടസറ വേണം എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പിടിക്കുവോ? അത് പറയാണ്ടിരുന്നൂടെ, മിണ്ടാതെ അവിടെ ഇരിക്കണം. അവര് വല്ല ജ്യൂസും നന്നാ അത് കുടിക്കുക, ഡ്രസ് എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് പോരുമ്പോ അവരുടെ കൂടെ ഇങ്ങോട്ട് പോരാ. അത് ശരി. ഇല്ല പട്ടി ചന്തയ്ക്ക് പോലില്ലയോ? അപ്പണിക്ക് ഞാനില്ല. വാ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്താണ്? അല്ല കയറി വരൂ. വരൂ കയറിയിരിക്കൂ. വേണ്ട ഷായന, നീ എന്ത് മാജിക്കാടി ചെയ്തത്? ഇത് വെടിക്കെട്ട് സാധനമാണ്, ഒരു സ്ഥലത്ത് ഒതുങ്ങണതല്ല. എന്ത് ചെയ്ത് നീ അതിനാ? അതാണ് ഷാഹിന, മനസ്സിലായോ? നീ വാ ബാക്കി പണിയെടുക്ക്. എന്തു പണി? ബാക്കി അറിയാനുണ്ട്. നീ അരിഞ്ഞോ? ഞാനില്ല. ഒന്ന് പോടിയപ്പൊന്ന് മര്യാദക്ക് ഇങ്ങോട്ട് കയറി അമ്പിളിക്ക. എന്ത് മര്യാദക്ക് ഒന്ന് അരിഞ്ഞോളെ. ഒന്ന് പോടിയൊന്ന്. അമ്പിളിക്ക ദേഷ്യം പിടിപ്പിക്കല്ലേ? ആ എന്നാ ദേഷ്യം പിടിപ്പിക്കുക, അത് ഞാൻ ചെയ്ത് ബാക്കിയായി. എന്റെ പൊന്നമ്പിളിക്കല്ലേ, വായോ. അങ്ങനെ മര്യാദക്ക് പറ. നീ എന്നെ പേടിപ്പിച്ച് ജയിക്കാൻ നോക്കണ്ട കേട്ടാ. മാറ് ഒരെണ്ണോടെ ഉള്ളു കേട്ടാ. പച്ചമുളക് പച്ചമുളക് പൊട്ടിച്ച് കണ്ണീ തേക്കണ്ടേണ് നിന്റെയൊക്കെ. അപ്പച്ചി ഞാൻ മറിക്കാനാണ് അവ പോയത്. അയ്യോ ആള് കൊള്ളണ്ട. ആ കുട്ടികൾ എന്തെടുക്കുക? ആ പുറത്തേക്കൊന്നും വിടരുതിട്ടാ, അവിടെ ആകെ കാടും പൊന്തയാണ്, പേടിയാണ്. ശരി. ഹലോ ഹലോ വന്നേ. അല്ല അങ്ങോട്ട് പോണം. ഇവിടെ വാടാ. എന്താ നീ എവിടേക്ക് അത്ര ധൃതി പിടിച്ച് പോണത്? ഞാനേ മുതലാളിനെ കാണാൻ. ഞാൻ ഇവിടെ ഒരു പോത്ത് പോലെ ഒരു മനുഷ്യൻ ഇരിക്കണത് നീ കണ്ടാ? കണ്ടു. ആ ഞാൻ അവന്റെ ഏട്ടനാണ്. അതെ ഞാൻ ഏട്ടനാണേ ഒക്കെ പോട്ടെ, ഒരാള് ഇവിടെ ഇരിക്കല്ലേ, ഒന്ന് നോക്കിയിട്ടേലും പോട്ടെ, അതല്ലേ മര്യാദ. എന്റെ അന്തട്ട ഫോൺ ചെയ്യുന്നു. ഞാനാണെങ്കിൽ ഒഫീഷ്യൽ കാര്യം സംസാരിക്കാൻ പോകുന്നു. എന്ത് ഒഫീഷ്യൽ കാര്യം? അത് വെച്ചാൽ വരിസംഖ്യ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കണം. വരവ് പറയാൻ പാടില്ല, ചെലവ് അത്രയും നമുക്ക് പറയാൻ വേണ്ടി. എനിക്ക് ഇതിന്റെ വരവും കേൾക്കണ്ട ചെലവും കേൾക്കണ്ട. മുതലാളിക്ക് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട്. അന്തേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ പോയി ചോദിച്ചാൽ കിട്ടും. അല്ല വേണ്ട, വെറുതെ ഇരിക്കുന്നില്ല, ഒരു 1000 രൂപ അങ്ങോട്ട് വെച്ചോ. എന്തിനാടാ എനിക്ക് പൈസ? പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ വെക്ക്. അല്ല അവന അല്ല ഒരു കാര്യം ചേർത്താ. എന്ത് അണ്ടാട്ടെ, ഇത് പൈസ ക്ലിയർ ആക്കി കൊടുത്തില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെന്തിനാ നീ പൈസ എനിക്ക് തന്നത്? അതെന്താ അപ്പോഴത്തെ ഒരു ആവേശത്തിന് തന്നു പോയതാണ്. എന്നാ ഞാൻ നിനക്ക് ഈ പൈസ തിരിച്ചു തരുന്നില്ല. അതെന്താ ഒരാളെന്നെ തല്ലിക്കൊല്ലും, കണക്ക് ക്ലിയർ ആവൂല, 1000 കുറവുണ്ട്. തരണില്ല എന്ന് പറഞ്ഞില്ല എന്നോട്. അങ്ങനെ പറയല. എന്താ തന്ന എന്താട്ടാ കൊടുക്കട്ടെ. എന്താട്ടാ നീ ആ ചെക്കന്റെ കണക്ക് ഇങ്ങനെ മുക്കി മുക്കി അതിനെ കൊല്ലും. എടാ നിന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാനും അമ്പിളി നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടാ. ഇപ്പൊ നീ എനിക്കല്ല വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഈ പൈസ കൊണ്ട് കൊടുക്കില്ല. ഇതേപോലെ കൊടുക്കൂല. ഞാൻ കൊടുക്കൂലല്ലോ. അനന്തേട്ടൻ ഏട്ടനല്ലേ, നിങ്ങൾ അയ്യല്ലേ അത്. അപ്പൊ തന്നു പോയത് 1000. ഓ ഇവിടെ അടിക്കലും തുറക്കലൊന്നും ഇല്ലേ? മൊത്തം മാറാതെ കിടക്കുകയാണല്ലോ. എന്നാ പറയാനോ, നോക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഏതാണ് സാധനം? നീ ഏതാടാ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനാരാന്നാ? നിങ്ങളാരാ? അത് ശരി, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന്. നിങ്ങളെ വീടാ? നിങ്ങളാരാ? ഞാൻ ബാലാമണി, അറിയുവോ? ബാലാമണി? അറിയാ. നന്ദനത്തിലെ ബാലാമണി ഇത്ര വളർന്നോ? എന്റെ പോയിരിക്കുന്ന ചീത്ത മുഴുവൻ നീ കേൾക്കും കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ. ബാലാമണി മുതലാളിന്റെ അപ്പച്ചി. അറിയാം. അയ്യോ
ഞാനെ കാണാൻ നിൽക്കുകയായിരുന്നു. ആ മുതലാളി എപ്പോഴും പറയും എന്നെ പറ്റി ആ എന്ത് പറയും? അതായത് കെട്ടിയവൻ ഉപേക്ഷിച്ച് പോയതാന്ന്, വല്ലപ്പോഴേ വരൂ, വന്ന് കഴിഞ്ഞാൽ ഇത്ര വിടക്ക് വേറെ ഉണ്ടാവൂല പറഞ്ഞതാണ്. വെറുതെ എന്റെ വായിരിക്കുന്നത് കേക്കരുത്. ആ നീ ഏതാ? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ മനോഹരനാണ്. കണ്ടിട്ട് നീ മനോഹരം തോന്നുന്നില്ലല്ലോ. പക്ഷെ മനോഹരനാണ്. മുതലാളിന്റെ അസിസ്റ്റന്റ്. അപ്പൊ കേബിളിന്റെ പൈസ കളക്ഷൻ ആക്കിയിരുന്നനി അത് കൊടുക്കാൻ വേണ്ടി വന്ന് മുതലാളി പറഞ്ഞു ഈടിരിക്കെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഇടേടെ പോണിരിക്കായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ നമ്മ പുറത്ത് എന്താക്കല്. അനന്തനെന്തിയടാ? അന്തേട്ട മുകളിലേക്ക് പോയിട്ടുണ്ട്. എണീച്ചേ, ഈ വെള്ളം കൂടെ കുടിച്ചേ. കുടിക്കമ്മേ, കുറച്ച് കുടിച്ചേ. പറയണ കേക്ക് കുടിച്ചേ. എണീ കുടിച്ച് കുറച്ച്. ദേവി, അകത്തുണ്ടടി, കേറി പോരെ. എങ്ങനെയുണ്ട് ഇപ്പോ? രാവിലത്തെ മരുന്ന് കഴിച്ചു, ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ അന്ന് അതിൻ്റെ കൂടെ കുടിക്കാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ, അതിന് പോലും വയ്യ. അല്ല, നീ അനന്തേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞോ? എടി, ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്തേട്ടനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അനന്തേട്ടൻ ഭയങ്കര തിരക്ക്. മാത്രമല്ല, അനന്തേട്ടൻ്റെ അനിയനില്ല പുണ്ണി. പുണ്ണിക്ക് നാളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാ. ഇപ്പൊ ഞാനിത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോടെ സമാധാനം കാണുമോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയടി ശരിയാവുക? അമ്മ ഇത്രയും വയ്യാണ്ട് കിടക്കല്ലേ, ഇത് നമ്മൾ വിളിച്ച് പറയണ്ടേ? ഇനിയെങ്ങാനും വല്ലത് സംഭവിച്ചു പോയാൽ? നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. സംഭവിച്ചു പോയാൽ ഇല്ല, അനന്തേട്ടനെ വിളിക്കുന്നില്ല. വെറുതെ ഇപ്പൊ അനന്തേട്ടനെ വിളിച്ചു പറഞ്ഞാല് ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഏട്ടന് അടുത്ത ടെൻഷൻ. എന്തിനടി വെറുതെ? ഷൈന, ആഹാ, ഇതാരാ? കൊള്ളാലോ പുണ്യേട്ടാ. പെണ്ണാണ് മൂന്നിന് മുമ്പേ മണവാളായോ? എങ്ങനെയുണ്ട്? നല്ല കളർ ഷർട്ട്. അതല്ല, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അപ്പുണ്ണിയെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതന്നെയല്ലോ കുമാരി പറഞ്ഞേ? എപ്പോ കുമാരി പറഞ്ഞു ഷൈനന്റെ അടുത്ത് പറഞ്ഞില്ലേ? അത് എല്ലാം ഓർത്ത് വെച്ചേക്കല്ലേ. എന്തായാലും കൊള്ളാം, സുന്ദരായിട്ടുണ്ട്. പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം. മാറ്റണോ? അത് മാത്രം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ മാറ്റിത്തരാം. ശരിയായോ? ഇപ്പൊ കൊള്ളാം. നോക്കട്ടെ, കണ്ണാടി നോക്ക്. ഇങ്ങനെയാ? ആ മതി മതി, അത്ര മതി. ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. ഇത് ഇവരെന്തെടുത്തിരിക്കണത്? സമയം എത്ര ഇത്? അല്ല, നിന്റെ മൊത്തം ഒരു വൈറ്റ് ക്ലബ്ബിൻ പോലെ. ഒന്നുമില്ല. ഒന്നുമില്ല. എവിടെ പോണെങ്കിലും വീട് കാവലിന് ഞാൻ വേണമല്ലോ, അതിനൊന്ന് നിക്ക. സാധാരണ പോലെ ഒരു വിമ്മിട്ടം പോലെ തോന്നുന്നുണ്ട്. ഞാൻ എന്താ മുഖം മാറ്റി വെക്കണം? പങ്കിയമ്മ, ഓയ്, എന്തെടുക്കാണ് അതിന്റെ അകത്ത്? ഈ വണ്ടി കണ്ണി കണ്ടവരോട് മേടിച്ചാണ് പോയി വന്നിട്ട് പെട്ടെന്ന് തരാന്നും പറഞ്ഞ് ഇത് കൊണ്ടുപോയി കൊടുക്കണ്ടേ സമയത്ത്? എന്താ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? ആദ്യം നീ നിന്റെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോവാ പെണ്ണാലോചിക്കാൻ. ഇതിനൊരു സമയമില്ല. എത്ര നേരമായി വെയിറ്റ് ചെയ്യണ്? അല്ല പിന്നെ ആൾക്കാർ റെഡി ആയിറങ്ങണ്ടേ? ആൾക്കാര് എന്നാ പോരെ, പോവാട്ടോ. ഇറങ്ങ. ആ കുമാരിയെ, വീട്ടിലുള്ളവർക്ക് എന്നെ പോവാൻ സ്ഥലമില്ല, അതപ്പൊ നിന്നെ കൊണ്ടുപോകാത്ത. ഞാൻ പങ്കിയാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വരണമെന്ന്. ഇല്ല, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്താ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ ഒന്ന് നിക്കാൻ, അതിനെ നിക്കണതാ. ഉണ്ടാവുള്ളൂ, വലിച്ചു നിൽക്കാണ്. ഈ അനന്തേട്ടനൊക്കെ എന്തെടുത്തിരിക്കയാണ്? ആ താടിയേരി ഇരിക്കായിരിക്കുള്ളൂ നേരം പോലത്തെ തൊട്ട്. അതേ അടുത്തല്ലടാ, പരട്ടാ കിടികിടിന്ന് പറയാം. അതേ അടുത്തത്. ഈ പെണ്ണിനെ ഇഷ്ടപ്പെടണേ, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടണേ.
അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന അയ്യപ്പ, കല്യാണം നടക്കണം അയ്യപ്പ. പുണ്യ മതിരാ നീ എന്താ കടന്നെടുക്കാൻ ഒച്ചിട്ടായിരുന്നു? ഇതൊരു സമയവും ഇല്ല അവിടെ കയറി ചെല്ലണേ. ഇനി കഴിയണ്ട പിന്നെ തോന്നുമ്പോഴാണോ കുമാരി വീട് പൂട്ടിയിട്ടില്ല കേട്ടാ, മോളൂടെ ഉണ്ടാവില്ലേ? വേഗം കയറി, സമയം ഒരുപാടായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.